ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. സർദാർ വല്ലഭായി പട്ടേലിന്റെ 150ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന റൺ ഫോർ യൂണിറ്റിയിൽ എല്ലാ ജനങ്ങളും പങ്കാളികളാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെരുവ് നായ വിഷയത്തിൽ എടുത്ത നടപടികളെക്കുറിച്ചുള്ള സത്യവാങ്മൂലം സമർപ്പിക്കാത്ത സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും സുപ്രീംകോടതിയുടെ വിമർശനം. ശബരിമലയിലും പരിസര പ്രദേശങ്ങളിലും ശുദ്ധജല വിതരണം ഉറപ്പാക്കുന്ന സീതത്തോട് നിലയ്ക്കൽ കുടിവെള്ള പദ്ധതിയുടെ പ്രവർത്തനോദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. കോഴിക്കോട് ജില്ലയെ അതിദാരിദ്ര്യ മുക്തമായി നാളെ പ്രഖ്യാപിക്കും. മന്ത്രി എ കെ ശശീന്ദ്രൻ പ്രഖ്യാപനം നടത്തും. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ കിരീടം ഉറപ്പിച്ച് തിരുവനന്തപുരം ജില്ല. മുന്നേറ്റം തുടരുന്നു. തൃശൂരും കണ്ണൂരും തൊട്ടുപിന്നിൽ. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. സർദാർ വല്ലഭായി പട്ടേലിന്റെ 150ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഈ മാസം 31-ന് രാജ്യമെമ്പാടും റൺ ഫോർ യൂണിറ്റി സംഘടിപ്പിക്കും. പട്ടേലിനെയും ഏകീകൃത ദർശനത്തെയും ആദരിക്കാൻ റൺ ഫോർ യൂണിറ്റിയിൽ പങ്കാളികളാവണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹിക മാധ്യമത്തിൽ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ഇന്ത്യ മാരിടൈം വീക്ക് 2025 കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുംബൈയിൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ പോർട്സ് അസോസിയേഷൻ സഹകരണത്തോടെ കേന്ദ്ര തുറമുഖ ജലഗതാഗത മന്ത്രാലയമാണ് 5 ദിവസത്തെ പരിപാടി സംഘടിപ്പിക്കുന്നത്. സുസ്ഥിര സമുദ്ര വളർച്ച, വ്യാപാര വികസനം, സമുദ്ര സമ്പദ് വികസനം എന്നിവയിൽ ഇന്ത്യയുടെ കാഴ്ചപ്പാട് പ്രദർശിപ്പിക്കുകയാണ് പ്രധാന ലക്ഷ്യം. ഛാട്ട് പൂജയോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു എല്ലാവർക്കും ആശംസകൾ നേർന്നു. ഈ ഉത്സവം എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും കൊണ്ടുവരുമെന്നും പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള പ്രചോദനം നൽകുമെന്നും രാഷ്ട്രപതി സമൂഹമാധ്യമ കുറിപ്പിലൂടെ പ്രത്യാശ പ്രകടിപ്പിച്ചു. തെരുവ് നായ്ക്കളുടെ വിഷയത്തിൽ അനിമൽ ബർത്ത് കൺട്രോൾ നിയമങ്ങൾ നടപ്പാക്കുന്നതിനെടുത്ത നടപടികളെക്കുറിച്ചുള്ള സത്യവാങ്മൂലം സമർപ്പിക്കാത്ത സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും സുപ്രീംകോടതിയുടെ വിമർശനം. പശ്ചിമബംഗാളും തെലങ്കാനയും ഒഴികെയുള്ള സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാരെ കോടതി വിളിച്ചുവരുത്തി. ഈ മാസം 22-ന് സത്യവാങ്മൂലം സമർപ്പിക്കാൻ കോടതി സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നിർദ്ദേശം നൽകിയിരുന്നു. ശബരിമലയിലും പരിസര പ്രദേശങ്ങളിലും പൂർണ്ണമായ ശുദ്ധജല വിതരണം ഉറപ്പാക്കുന്ന സീതത്തോട് നിലയ്ക്കൽ കുടിവെള്ള പദ്ധതി പ്രവർത്തന സജ്ജമായി. നിലയ്ക്കൽ ദേവസ്വം ബോർഡ് നടപ്പന്തലിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ പദ്ധതിയുടെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. റാന്നി MLA പ്രമോദ് നാരായണൻ അധ്യക്ഷത വഹിച്ചു. ആദിവാസി ഗോത്രവർഗ ഉന്നതികളിലേക്കുള്ള സഞ്ചരിക്കുന്ന റേഷൻ കടയുടെ പുനലൂർ താലൂക്ക് തല ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് കുളത്തൂപ്പുഴയിൽ നടക്കും. മന്ത്രി GR അനിൽ വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ. റേഷൻ വാങ്ങാനുള്ള യാത്രാ ചെലവും ക്ലേശവും ഒഴിവാക്കി റേഷൻ സാധനങ്ങൾ കുടികളിൽ എത്തിച്ചു നൽകുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് സഞ്ചരിക്കുന്ന റേഷൻ കടകൾ ആരംഭിക്കുന്നത്. കുളത്തൂപ്പുഴ പഞ്ചായത്തിലെ ഗോത്രവർഗ ഊരുകളായ ബില്ലുമല, 2ാം മൈൽ, പെരുവഴിക്കാല എന്നീ പ്രദേശങ്ങളിലുള്ളവർ 50 ഏക്കറിലെ റേഷൻ കടയാണ് ആശ്രയിച്ചിരുന്നത്. മൊബൈൽ റേഷൻ കട യാഥാർത്ഥ്യമാകുന്നതോടെ മാസത്തിലൊരിക്കൽ റേഷൻ സാധനങ്ങൾ ഉന്നതികളിൽ എത്തിച്ചു നൽകും. വിവിധ പ്രദേശങ്ങളിലെ ഉന്നതികളിൽ വസിക്കുന്ന 250ഓളം ഗോത്രവർഗ കുടുംബങ്ങൾക്ക് പദ്ധതി പ്രയോജനപ്പെടുമെന്ന് ജില്ലാ സപ്ലൈ ഓഫീസർ GS ഗോപകുമാർ പറഞ്ഞു. രാജ്യത്ത് വിജിലൻസ് ബോധവൽക്കരണ വാരാചരണത്തിന് ഇന്ന് തുടക്കം. ഉരുക്കുമനുഷ്യൻ സർദാർ വല്ലഭായി പട്ടേലിനോടുള്ള ആദരസൂചകമായാണ് വാരാചരണം സംഘടിപ്പിക്കുന്നത്. സുരക്ഷ നമ്മുടെ പങ്കാളിത്ത ഉത്തരവാദിത്വം എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഇന്നലെ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി ഇത് സംബന്ധിച്ച് പരാമർശിച്ചിരുന്നു. അടുത്ത മാസം 2-ന് വാരാചരണം സമാപിക്കും. പാലക്കാട് നഗരസഭയുടെ ഏതാനും പദ്ധതികൾ ഉച്ചയ്ക്ക് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ നാടിന് സമർപ്പിക്കും. നഗരസഭ ഓഫീസ് പരിസരത്തെ ചടങ്ങിൽ ആധുനിക സെപ്റ്റേജ് ട്രാൻസ്പോർട്ടേഷൻ വാഹനവും ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. കോഴിക്കോടിനെ അതിദാരിദ്ര്യമുക്ത ജില്ലയായി നാളെ പ്രഖ്യാപിക്കും. നവംബർ 1-ന് കേരളത്തെ അതിദാരിദ്ര്യരില്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായാണ് ജില്ലാതല പ്രഖ്യാപനം. മന്ത്രി എ കെ ശശീന്ദ്രൻ പ്രഖ്യാപനം നടത്തും. 6773 കുടുംബങ്ങളെ ദാരിദ്ര്യമുക്തമാക്കിയാണ് ജില്ലാതല പ്രഖ്യാപനം നടത്തുന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനുമായി ചേർന്ന് വാഹനയാത്രക്കാർക്കായി ശുചിമുറികൾ ലഭ്യമായ സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ അടങ്ങിയ ആപ്പ് പ്രവർത്തനം ആരംഭിക്കുമെന്ന് മന്ത്രി MB രാജേഷ് പറഞ്ഞു.
ക്ലൂ എന്നാണ് ആപ്പിന് പേര് നൽകിയിരിക്കുന്നത്. ആപ്പിലേക്ക് ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, ശുചിമുറികൾ ലഭ്യമായ മറ്റ് സ്ഥാപനങ്ങൾ എന്നിവയുടെ രജിസ്ട്രേഷൻ നാളെ മുതൽ ആരംഭിക്കും. 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ കിരീടമുറപ്പിച്ച് തിരുവനന്തപുരം ജില്ല. മുക്കാൽ ഭാഗം മത്സരങ്ങളും പൂർത്തിയായപ്പോൾ 1627 പോയിന്റുമായാണ് ആതിഥേയർ ഒന്നാം സ്ഥാനത്ത് തുടരുന്നത്. 8 ദിവസം നീണ്ട കായികമേളയ്ക്ക് നാളെ സമാപനമാകും. വൈകുന്നേരം 4 മണിക്ക് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. 184 സ്വർണം, 131 വെള്ളി, 158 വെങ്കലം എന്നിവ നേടിക്കൊണ്ട് മറ്റ് ജില്ലകളെ ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ടാണ് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരത്തിന്റെ മുന്നേറ്റം. എന്നാൽ 2ഉം 3ഉം സ്ഥാനത്തിനായി തൃശൂരും കണ്ണൂരും പാലക്കാടും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടത്തുന്നത്. 797 പോയിന്റ് നേടി തൃശൂർ 2ാം സ്ഥാനത്ത് തുടരുമ്പോൾ പാലക്കാട് കൈവശം വച്ചിരുന്ന 3ാം സ്ഥാനം ഇന്ന് 721 പോയിന്റോടെ കണ്ണൂർ സ്വന്തമാക്കി. 719 പോയിന്റുമായി പാലക്കാട് തൊട്ടുപിന്നിലുണ്ട്. കഴിഞ്ഞ ദിവസം നീന്തലിൽ ചാമ്പ്യന്മാരായ തിരുവനന്തപുരം ഗെയിംസിലും 1ാം സ്ഥാനത്ത് മുന്നേറുകയാണ്. 466 ഇനങ്ങൾ ഗെയിംസിൽ പൂർത്തിയായപ്പോൾ 925 പോയിന്റാണ് തലസ്ഥാന ജില്ലയുടെ നേട്ടം. അതേസമയം അത്ലറ്റിക്സിൽ പാലക്കാടിനെ മറികടന്ന് മലപ്പുറം 1ാം സ്ഥാനം സ്വന്തമാക്കി മുന്നേറുകയാണ്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഇതാദ്യമായി ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടുന്ന ജില്ലയ്ക്ക് ഇത്തവണ മുഖ്യമന്ത്രിയുടെ സ്വർണ്ണക്കപ്പ് സമ്മാനിക്കും. നാളെ വൈകുന്നേരം നടക്കുന്ന സമാപന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വിജയികൾക്ക് സ്വർണ്ണക്കപ്പ് കൈമാറും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള മറ്റു ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് വ്യാഴാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഓറഞ്ച് ജാഗ്രത നിലനിൽക്കുന്ന കണ്ണൂരിൽ ഇന്നലെ രാത്രി ആരംഭിച്ച മഴ ശക്തമായി തുടരുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷമാണ് കനത്ത മഴ തുടങ്ങിയത്. തുടർച്ചയായി പെയ്യുന്ന മഴ സാധാരണ ജനജീവിതത്തെ ബാധിച്ചു. മലയോര പഞ്ചായത്തുകളായ കേളകം, കൊട്ടിയൂർ, പേരാവൂർ എന്നിവിടങ്ങളിൽ ശക്തമായ മഴ തുടരുകയാണ്. ആലക്കോട്, ചെറുപുഴ ഭാഗങ്ങളിൽ മഴയുടെ കാഠിന്യം കുറവാണ്. കണ്ണൂർ നഗരത്തിൽ ഇന്ന് രാവിലെ വരെ ശക്തമായ മഴ പെയ്തു. പഴശ്ശി ഡാമിന്റെ 16 ഷട്ടറുകളിൽ 7 എണ്ണം തുറന്നിട്ടുണ്ട്. 50 സെന്റിമീറ്റർ കണ്ടാണ് ഷട്ടറുകൾ തുറന്നിട്ടുള്ളത്. ജില്ലയിൽ കനത്ത മഴ നാളെ വരെ തുടരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഈ വർഷത്തെ നാവികസേനാ ദിനാഘോഷങ്ങൾ തിരുവനന്തപുരം ശംഖുമുഖത്ത് സംഘടിപ്പിക്കുമെന്ന് കേരളത്തിലെ നേവൽ ഓഫീസർ ഇൻചാർജ് കമഡോർ വർഗീസ് മാത്യു വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നാവികസേനാ മേധാവി ദിനേശ് ത്രിപാഠി പങ്കെടുക്കും. അടുത്ത മാസം 8 മുതൽ 11 വരെ കൊച്ചിയിൽ ഷിപ്പ് സന്ദർശനം ഉൾപ്പെടെ പൊതുജനങ്ങൾക്കായി വിവിധ പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട്. നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നേവി ബാൻഡ് ഷോയും ഉണ്ടാകും. ഓഹരി വിപണികളിൽ നേട്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 612 പോയിന്റ് ഉയർന്ന് 84,829-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 182 പോയിന്റ് നേട്ടത്തിൽ 25,977-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 105 രൂപ കുറഞ്ഞ് 11,410 രൂപയും പവന് 840 രൂപ ഇടിഞ്ഞ് 91,280 രൂപയുമാണ് ഇന്നത്തെ വില. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ സംബന്ധിച്ച് ആശയവിനിമയം നടത്തുന്നതിനായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ദേശീയ, സംസ്ഥാന രാഷ്ട്രീയ കക്ഷികളുടെ യോഗം വിളിച്ചു. മറ്റന്നാൾ രാവിലെ തിരുവനന്തപുരത്താണ് യോഗം. കണ്ണൂർ മാലൂരിൽ നിന്ന് മൈസൂരിലേക്ക് വിനോദയാത്ര പോയ സംഘത്തിലെ ഒരു സ്ത്രീ മറ്റൊരു ബസ്സിടിച്ച് മരിച്ചു. മാലൂർ കുണ്ടേരി പൊയിലിയിലെ കൗസല്യയാണ് മരിച്ചത്. ഇവരുടെ സഹോദരിക്ക് പരിക്കേറ്റു. കഴിഞ്ഞ രാത്രി ഭക്ഷണം കഴിക്കുന്നതിനിടെയാണ് ബസ്സിടിച്ച് എന്നാണ് വിവരം. ഇടുക്കി ജില്ലാ പഞ്ചായത്തിന്റെയും വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിന്റെയും വികസന സദസ്സും സംസ്ഥാനതല സദസ്സുകളുടെ സമാപനവും ഉച്ചകഴിഞ്ഞ് മന്ത്രി MP രാജേഷ് ചെറുതോണിയിൽ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി റോഷി അഗസ്റ്റിൻ ചടങ്ങിൽ അധ്യക്ഷനായിരിക്കും. പരിപാടിയുടെ ഭാഗമായി രാവിലെ തൊഴിൽമേളയും പ്രദർശനങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. സർദാർ വല്ലഭായി പട്ടേലിന്റെ 150ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന റൺ ഫോർ യൂണിറ്റിയിൽ എല്ലാ ജനങ്ങളും പങ്കാളികളാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെരുവ് നായ വിഷയത്തിലെടുത്ത നടപടികളെക്കുറിച്ചുള്ള സത്യവാങ്മൂലം സമർപ്പിക്കാത്ത സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും സുപ്രീംകോടതിയുടെ വിമർശനം. ശബരിമലയിലും പരിസര പ്രദേശങ്ങളിലും ശുദ്ധജല വിതരണം ഉറപ്പാക്കുന്ന സീതത്തോട് നിലയ്ക്കൽ കുടിവെള്ള പദ്ധതിയുടെ പ്രവർത്തനോദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. കോഴിക്കോട് ജില്ലയെ അതിദാരിദ്ര്യമുക്തമായി നാളെ പ്രഖ്യാപിക്കും. മന്ത്രി AK ശശീന്ദ്രൻ പ്രഖ്യാപനം നടത്തും. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ കിരീടമുറപ്പിച്ച് തിരുവനന്തപുരം ജില്ല മുന്നേറ്റം തുടരുന്നു. തൃശൂരും കണ്ണൂരും തൊട്ടുപിന്നിൽ. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.